മദ്യപന്മാർ വരുന്നതിനൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതും വി.കെ. ശ്രീരാമനാണ് പറയുന്നത്. ഭയങ്കര ചൂടിൽ ഉത്സവങ്ങൾക്ക് വന്നിട്ടുള്ള ആനകൾ കൈവിട്ട് ആൾക്കാരെ ആക്രമിക്കുന്നതും ആൾക്കാരെ ചവിട്ടിമറിക്കുന്നതും ഇതിനൊന്നും യാതൊരു കൺട്രോളും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ആനപ്രേമികൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ ആനകളെ ഇത് എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു സംഭവം ഉണ്ടാക്കണതിന് ഈ ആനകൾ കൈവിട്ടുകൊണ്ട് ഉത്സവം കാണാൻ വന്നിട്ടുള്ള ആൾക്കാരെ നേരെ പായുന്നതും കുട്ടികളെയൊക്കെ എടുത്തിട്ട് സ്ത്രീകൾ നിലവിളിക്കുന്നതൊക്കെ ആയിട്ടുള്ള ചിത്രങ്ങൾ ഇതൊക്കെ കണ്ടിട്ട്, അതുപോലെ ഉത്സവങ്ങൾക്കെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഉത്സവമാണ് കാട്ടകാമ്പാൽ ഉത്സവം എന്ന് പറയുന്നത്. കാളിദാരിക ഒരു തരം ഡ്രാമയൊക്കെയാണ് അതിൻ്റെ റിച്വൽസ് ആയിട്ട് വരുന്നത്. അവിടെ കഴിഞ്ഞ വർഷം കൂട്ടത്തല്ലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മദ്യപിച്ച ഉത്സവത്തിന് വരുന്ന ആൾക്കാർ, ആനകൾ എഴുന്നള്ളിക്കും, ഇതൊക്കെ നമ്മുടെ ഉത്സവത്തിൻ്റെ പ്രതിച്ഛായയെ തകർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വിമുക്തമാവാൻ വേണ്ടിയിട്ട് സാംസ്കാരിക സ്ഥാപനങ്ങളും ഗവൺമെൻറ്റൊക്കെ ഇടപെടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. പിന്നെ ആനകൾ ഉത്സവ സ്ഥലത്ത് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നിയന്ത്രണം കൊണ്ടുവരുന്നത് അത് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ആളുകൾ ധാരാളം ഉണ്ടാവുക, ആ ആളുകളെ അപായപ്പെടുത്തത്തക്ക രീതിയിൽ ആന ഇടപെടുന്ന അവസ്ഥ വരുന്നത് വലിയ ദോഷം ചെയ്യും. അപ്പോൾ അക്കാര്യത്തിൽ നമുക്ക് ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മദ്യപന്മാർ വരുന്നതിനൊന്നും ചെയ്യാൻ കഴിയില്ല കേട്ടോ. അതും വി.കെ. ശ്രീരാമനാണ് പറയുന്നത്. ഈ മദ്യപന്മാർ ഈ ഉത്സവ സ്ഥലത്ത് എത്താതിരിക്കണം എന്നുള്ളത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചാൽ തടയാൻ കഴിയുന്നതാണ്. സാധാരണ ഈ ഉത്സവമൊക്കെ വരുമ്പോഴാണല്ലോ ചിലർ ഈ മദ്യപിക്കാത്തവരടക്കം ചിലർ ലേശം രുചിക്കാനൊക്കെ നോക്കുന്ന ഒരു ഘട്ടം. അപ്പോൾ പ്രായോഗികമാവില്ല, മദ്യപന്മാരെ തടയാൻ നമുക്ക് കഴിയില്ല എന്നർത്ഥം. അത് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ അടിപിടി അതുപോലത്തുള്ള കാര്യങ്ങളാണ്. അത് കർക്കശമായ നിലപാട് നമുക്കെടുക്കാം, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാം.